ഹായ് ഫ്രണ്ട്സ്, ഞാൻ പടവേടനാണ്. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലാണ്. ഞാനിവിടെ എന്താ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് എൻ്റെ ഒരു ദിവസത്തെ രീതികളെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ ഇന്ന് രാവിലെ 9:30-ക്കാണ് എണീറ്റത്. കാരണം രാത്രി 12 മണിയാകുമ്പോഴാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീക്കാൻ ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇന്ന് വേറെ ഓട്ടങ്ങളൊന്നുമില്ല. എനിക്കിന്ന് എൻ്റെ വണ്ടിയുടെ ഓയിൽ മാറേണ്ട ദിവസമാണ്. അപ്പം ഞാൻ നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാനുള്ള കാര്യത്തിലാണ്. അപ്പോൾ ഫ്രഷായി നേരെ വന്നൊരു ചായ കുടിച്ചിട്ട് ചായ കുടിച്ചിട്ട് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകുന്ന രീതിയാണ്. അപ്പം ഇവിടെ നിന്നാണ് ഞാൻ ചായ കുടിക്കുന്നത്. രാവിലെ എനിക്ക് വന്നാലും ഉടനെ വേണ്ടി ഇന്ന് ചായ വാങ്ങിച്ച് കുടിക്കും. ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വേറെ ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഓട്ടമൊന്നുമില്ല. രാവിലെ വർക്ക്ഷോപ്പിൽ ഓയിലും പിന്നെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയാക്കാനൊക്കെ പോയി ശരിയാക്കി വന്നപ്പോഴത്തേക്കും എഞ്ചിൻ പണിയാണ്. അതായത് പിസ്റ്റൻ കയറി പിടിച്ചായിരുന്നു, വെള്ളം ലീക്കായിട്ട് അങ്ങനെ കംപ്ലൈൻറ്റ് വന്നത്. അപ്പോൾ പണിഞ്ഞിറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ 2000 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ അതിൻ്റെ ഓയിൽ മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മാറേണ്ട ദിവസമാണ്. അപ്പോൾ ഞാൻ മാറാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ രാവിലെ നേരെ വർക്ക്ഷോപ്പിലോട്ട് പോവുക, അതേപോലെ ഓയിൽ മാറുക. വർക്ക്ഷോപ്പിൽ ഓയിൽ മാറാൻ മാത്രമേ പറ്റത്തുള്ളൂ. മറ്റേ എഞ്ചിൻ പണി കാര്യങ്ങളൊക്കെ അത് വേറെ വർക്ക്ഷോപ്പിൽ പനയെന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോകണം. തൽക്കാലം ഓയിൽ മാറണം സ്ഥിരമായിട്ടൊരു കടയുണ്ട്, നമ്മുടെ കമ്പനി വക ഒരു കടയുണ്ട്. നമ്മുടെ ഇവിടുത്തെ വണ്ടികളെല്ലാം കൊണ്ട് ഇവിടെ പണിയാണ് ഓയിൽ മാറി. അപ്പോൾ നല്ല വൃത്തിയായിട്ട് പിള്ളേർ ഓയിൽ മാറി അതിൻ്റെ എല്ലാ പണികളും ചെയ്തൊക്കെ ഇവിടുന്ന് ഒരു അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്താണ്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നത് അവിടുത്തെ വിശേഷങ്ങളാണ്. അതെ, ഈ കാണുന്നതാണ് എൻ്റെ ഓയിൽ മാറുന്ന വർക്ക്ഷോപ്പ്, എൻ്റെ വണ്ടിയുടെ ഓയിൽ മാറുന്ന വർക്ക്ഷോപ്പ്. ഇരിക്കുന്ന ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ കാര്യങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഈ കാണുന്നത് കായംകുളംകാരൻ പയ്യനാണ്. ഇവനെ ചീത്ത വിളിക്കൊന്ന് മേടിച്ചാണ് ഇവൻ എൻ്റെ വണ്ടി ഇത്രയും വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി. ചെറിയ ചെറിയ പണികളുണ്ടെങ്കിൽ പോലും അതെല്ലാം ചെയ്ത് വൃത്തിയാക്കി തരും. ഈ 3 പേരാണ് നമ്മുടെ ചങ്ങാതിമാർ. ഓയിൽ മാറാൻ വന്ന ഇവിടുന്ന് സാധാരണ ഓയിൽമാർ പോകണമെങ്കിൽ അരമുക്കാൽ മണിക്കൂറുണ്ട് ഓയിൽ മാറി. പക്ഷേ ഞാൻ വന്നു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ 1 മണിക്കൂർ എന്നെ കയറി മാറും. ഇവന്മാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കും. വേണ്ട പഴയ അതിനിവിടെ അകത്തുള്ള വണ്ടിയൊക്കെ അതിപ്പോഴും ഉണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ ചിരി വരും. അപ്പോൾ നേരെ ഓയിൽ മാറി നേരെ ഇനി ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് ലോഡ് ചെയ്യണം. മുട്ടയുടെ ബിസിനസ്സാണ് എനിക്ക്. അപ്പോൾ മുട്ട ലോഡ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ നമ്മളിനി ഫുഡ് വാങ്ങുക. ലോഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാ വീഡിയോ കൂടെ പൊള്ളിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷോർട്ടായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നേരെ ഫുഡ് വാങ്ങാൻ വേണ്ടി വന്ന് കപ്സയാണ് ഇന്ന് കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം 11 മസ്റ്റാണ് കപ്സ കഴിക്കുമ്പോൾ. അപ്പം 11 മേടിച്ച് കപ്സയും മേടിച്ചുകൊണ്ട് നേരെ റൂമിലോട്ട് പോവുക, ഫുഡ് കഴിക്കുക. കഴിച്ചിട്ട് ഒരു 4 മണി വരെ റെസ്റ്റ് എടുക്കും. 4 മണി വരെ റെസ്റ്റ് എടുത്തിട്ട് 4 മണിക്ക് ശേഷം ഇറങ്ങത്തുള്ളൂ. കാരണം ഇപ്പം ഇവിടെ വെയിലിന് ചൂട് കൂടുതലാണ്. കാറ്റിനും വെയിലടിക്കുന്ന ഭയങ്കരമായ ചൂടാണ് ഇവിടെ. ഫുള്ള് ഒരുമാതിരി വല്ലാത്തൊരു അന്തരീക്ഷം. അപ്പോൾ 4 മണിക്ക് ശേഷം ഞാൻ ഇറങ്ങത്തുള്ളൂ. 4:30 ആവും ഇറങ്ങാൻ. അപ്പം 4:30-ക്ക് ഇറങ്ങിയിട്ടാണ് ഞാൻ എൻ്റെ സാമ്രാജ്യത്തിലോട്ട് പോകുന്നത്. അപ്പോൾ 4:30 ആയപ്പോൾ ഞാൻ ഇറങ്ങുകയാണ്. ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ഒരു തടിയൻ അവിടെ ഉണ്ട്. കണ്ട എൻ്റെ കൂട്ടുകാരനെ, എൻ്റെ ഫ്രണ്ട്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതാണ്, വവ്വാക്കാവിലുള്ളതാണ്. അപ്പം പുള്ളിക്കാരന് എന്നോട് പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ കിടന്നുറങ്ങിയ സമയത്ത് ഇവിടെ കള്ളം കയറി. കള്ളം കയറി പുള്ളിയുടെ 500 റിയാലും കൊണ്ടുപോയി. കാർഡും പേഴ്സും എല്ലാം അടിച്ചുകൊണ്ട് പോയി. പേഴ്സിനകത്തിരുന്ന കാർഡിനകത്തുനിന്ന് പൈസ വലിച്ച് 500 റിയാലോളം അവൻ്റെ കയ്യിൽ പോയി. അങ്ങനെ മെസ്സേജ് വന്നപ്പോഴാണ് അവൻ അറിയുന്ന കള്ളം കയറി എന്നുള്ള കാര്യം. കാരണം കതക് തുറന്നിട്ടിരുന്നേ ഇവിടെ. അപ്പോൾ അവൻ വിചാരിച്ച ആരെങ്കിലും കയറി ഇറങ്ങിയപ്പം തുറന്നിട്ടിരുന്നതാണ്. പക്ഷേ മെസ്സേജ് വരുമ്പോഴാണ് അറിയുന്നത് പൈസ പോയിട്ടുണ്ടെന്നും. കാർഡും എല്ലാം അടിച്ചുകൊണ്ട് പോയി. പേഴ്സ് വെളിയിട്ടിരുന്നു. ഞങ്ങൾ ഇറങ്ങി വെളിയിൽ ചെന്നപ്പോൾ പേഴ്സ് വെളിയിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അത് നമ്മുടെ ഡോറ് ലോക്ക് ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നേ പുള്ളിക്കാരൻ. അപ്പോൾ ഇനി നമ്മൾ നേരെ അപ്കേക്കിലോട്ട് പോകും. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഇത് മെയിൻ റോഡാണ്. ഞാൻ ഇതിനിടയ്ക്ക് വെച്ചുള്ള വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ നല്ല വൈബുള്ളൊരു സ്ഥലമാണ്, പക്ഷേ എടുക്കാൻ പറ്റത്തില്ല. ക്യാമറ ഉണ്ട് അവിടെ, മറ്റേ റോഡിന് കുറുകെ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പം സീറ്റ് ബെൽറ്റ് ഇടാതെയും ഫോണിൽ സംസാരിക്കുന്നതൊക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഉടനെ ക്യാമറ അടിച്ചു കഴിഞ്ഞാൽ 2000 റിയാലും ഫോണിനും, പിന്നെ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് 100 റിയാലും. അങ്ങനെ നല്ലൊരു ഫൈൻ കിട്ടും. അതൊന്നും ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല. പിന്നെ ഈ കാണുന്നതാണ് സിമെൻറ്റ് ഫാക്ടറി. നല്ല രസമാണ്, പക്ഷേ ഇപ്പോൾ ഈ പൊടിക്കാറ്റ് കാരണം കാണാൻ പറ്റാത്ത. അടിപൊളി വൈബാണ്, വീഡിയോ എടുക്കാൻ പറ്റിയ വൈബാണ്. പക്ഷേ ഇന്ന് ഭയങ്കര കാറ്റെന്ന് പറയുന്നത് ചെറിയ കാറ്റ്, നല്ല പൊടിക്കാറ്റാണ്. അതുകൊണ്ട് വീഡിയോ എടുത്തത് മൊത്തം ഇങ്ങനെ ഇരിക്കണം. നല്ല രസമാണ് കാണാൻ. സിമെൻറ്റ് ഫാക്ടറി, സിമെൻറ്റ് നിർമ്മിക്കുന്ന സ്ഥലമാണ് ഇത്. ഈ സിമെൻറ്റ് ഫാക്ടറി എടുത്ത് വരുമ്പം ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അത് തിരിച്ചു വരുമ്പോൾ ഉണ്ട് ചെക്കിങ്, അങ്ങോട്ടൊന്നും ചെക്കിങ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്നൊരു 80 കിലോമീറ്റർ ഓടണം. ഞാൻ മുബാറസിൽ നിന്ന് അപ്കേക്കിലേക്ക് 80 കിലോമീറ്ററോളം ഓട്ടം ഉണ്ട്. ഡെയിലി ഒരു 190-200 കിലോമീറ്റർ ഓട്ടം ഞാൻ ഓടുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് കടയാണ്. ഞാൻ ആദ്യം കൈനീട്ടം, അതായത് ഫസ്റ്റ് മുട്ട കൊടുക്കുന്ന കടയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇവിടെ മുമ്പിൽ 2 കടയുണ്ട്. യെമിനിയുടെ ഒരു യെമിനിയുടെ പക്കാലയും മലയാളികളുടെ മൂക്കി. അപ്പോൾ ഇവിടെ കഴിയുമ്പോൾ നല്ല കച്ചവടമൊക്കെയുള്ള കടയാണ്. കൊടുക്കാനുള്ള അനുസരിച്ചുള്ള കച്ചവടം. മുട്ട കൊടുക്കണ്ട. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative. You should be getting after it. എപ്പോൾ ഒക്കെ ഫോണിലില്ല. ഞാൻ കണ്ണൂരം കണ്ടുള്ളത്, പക്ഷേ എപ്പോൾ ഒക്കെ ഞാൻ കളിയാക്കിയിട്ടില്ല. മുട്ട കൊടുക്കും. ഇവിടെ കുറേ കാര്യങ്ങൾ കാണാൻ. നമ്മളിനി പോകുന്ന അപ്കേക്കിലും നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ഈ സൗദി അറേബ്യയിൽ ഇത് വന്നിട്ടുള്ളവർക്കറിയാം. നല്ല രസമാണ്, നല്ല വൈബുള്ള സ്ഥലമാണ്. ഈ വഴിയാണ് അപ്കേക്ക് പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് എല്ലാം ഈ റോഡൊക്കെ തൂക്കി നോക്കിയാൽ നമ്മുടെ നാട്ടിലെ റോഡ് പോലെ നല്ല അടിപൊളി രസമാണ്. നല്ല സുഖം ഓടിക്കും, കൈവിട്ട വണ്ടി ഓടിക്കുക, അതേപോലത്തെ റോഡാണ് പഠിക്കുക. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ കുണ്ടുകൂടിയാണ്. മെയിൻ റോഡ് തന്നെ കൊണ്ടുപോയി, പിന്നെ ഉള്ളിലോട്ട് പോകുമ്പോൾ പറയണ്ട, ഒരു ഷോർട്ട് കട്ടാണ് അപ്കേക്കിലോട്ട് പോകുന്നത്. ഇതിലേ പോകുമ്പോൾ കണ്ട അപ്പുറത്ത് ഒരു റോഡുണ്ട്, അത് ഞാൻ കാണിച്ചത്. ഈ അതായത് ഒരു വസ്തുവിനകത്തൂടെ സെൻറ്റർ പിടിച്ച് റോഡ് പണിഞ്ഞിട്ട് അപ്പുറത്ത് പോയി ഇപ്പുറത്ത് നടുക്കൂടെ റോഡ് പണിഞ്ഞിട്ട് നല്ല രസമാണ്. അവിടെ ഒരു വട്ടം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പണ്ട് അപ്കേക്ക് എനിക്ക് കടയുണ്ടായിരുന്നു. ഞങ്ങളുടെ മോനല്ല അപ്കേക്ക് കട എടുത്ത സമയത്ത് ഞാൻ അവിടെ നിന്ന് ഈ സ്ഥലത്തിനായി നല്ല രസമാണ്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല ഭയങ്കരമായ പൊടിക്കാറ്റൊക്കെ, ചൂടാണ്, നല്ല ചൂടാണ്. 4:30 ഇറങ്ങിയാൽ പോലും നല്ല ചൂടാണ്. AC ഉണ്ട് വണ്ടിയിൽ, പക്ഷെ ഞാൻ AC ഇടാറില്ല. കാരണം ഇപ്പോൾ പണിഞ്ഞിറങ്ങിയില്ല, എൻ്റെ ചക്രമുത്ത് വണ്ടി. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. നല്ല സ്നേഹം എനിക്ക് വണ്ടി കിട്ടും. കാരണം എനിക്ക് ഈ വണ്ടി 3.5 വർഷം ഉണ്ടാക്കി പൊടിയുന്നവരെ എനിക്കൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് 4 മണിക്ക് ശേഷം ചായ കുടിക്കുന്നത് ഞാൻ ചെയ്യുന്നത്. കാരണം ഈ വീട്ടിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോനെ ഒരു രക്ഷയില്ലാത്ത ചായയും കിട്ടും. 3 റിയാൽ കൊടുക്കാൻ എൻ്റെ പൊന്നോ വീട്ടിൽ തന്നെ ഒരു സാൻഡ്വിച്ച് കിട്ടും. അതായത് നല്ല ക്വാളിറ്റി ഉള്ള സാൻഡ്വിച്ച്. 4 റിയാൽ വില, പക്ഷേ എനിക്ക് 3 റിയാലുള്ള. ഞാനിവിടെ മുട്ടയൊക്കെ കൊടുക്കുന്നതിൻ്റെ പേരും. പിന്നെ ആ നവാസ് കാക്ക ഇപ്പോൾ കാണിച്ചത് അതാണ്. ഈ നവാസ് കാക്ക എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ അടുത്ത കടയ്ക്ക് പെട്ടെന്ന് വന്നു, കാരണം ലെങ്ത് കൂടുതലുണ്ട്. ഇത് മജീദ് വെക്കുക, ഇത് തിരുവനന്തപുരത്തുള്ളതാണ്. പുള്ളിയുടെ ജ്യേഷ്ഠൻ്റെ കടയാണ്, പുള്ളിയാണ് നോക്കി നടത്തുന്നത്. പിന്നെ തിരുവനന്തപുരത്ത് പിന്നെ വർക്കലയ്ക്ക് അടുത്ത വീട് കാരണം ഇത് മാർക്കറ്റിലോട്ടുള്ള വഴിയാണ്. ഈ മാർക്കറ്റിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സകല ആളുകളും പിന്നെ ഏത് സ്ഥലത്തുള്ള ആളുകൾ, അതായത് പാകിസ്ഥാനി, ബംഗാളി, പിന്നെ കൊറിയ, ചൈന എല്ലാം ഈ സ്ഥലത്തുണ്ട്. ഇതാണ് അപ്കേക്ക്. ഈ അപ്കേക്ക് എന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും ഇവിടെ തമ്പടിക്കുന്നുണ്ട്. എന്ത് ഇതുണ്ടെങ്കിലും വ്യാഴവും വെള്ളി ഇവിടെ നല്ല ആളായിരിക്കും. ഇവിടെ കടകളിലിട്ടേക്കുന്ന മിക്കവരും ഈ മലപ്പുറത്തുകാരാണ്. ഇവിടെ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. ഇവിടെ ഞാൻ മുട്ട കൊടുക്കുന്ന കടകളാണ്. ഇപ്പോൾ കയറി ചെല്ലുന്നത് മുട്ട കൊടുക്കുന്ന കടയാണ്. അത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോകുന്നിടത്ത് മുട്ട കൊടുക്കുന്ന കട. ഇതൊക്കെ എൻ്റെ കടകളാണ്. കണ്ട, അത് ചങ്ക് ബ്രോയാണ് നിൽക്കുന്നത്. ഞാനിട്ട് നല്ല കമ്പനിയാണ്. ഇത് കണ്ണാടി ഇനി നമ്മൾ നാസ്ത മേടിക്കുമ്പോൾ കച്ചവടം എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്ന വഴിയാണ്. ഇത് പുള്ളി നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ ഒരു ഡൂപ്പാണ്. കാരണം പുള്ളി ഒരു സ്ഥലത്തോട്ട് അടങ്ങി നിൽക്കത്തില്ല, കിടന്നിങ്ങോട്ടോ. അടിപൊളി ഫുഡൊക്കെ അവിടുത്തെ, നല്ല കാര്യം. അവിടുത്തെ നല്ല സഹകരണമുള്ളൊരു ആളാണ് പുള്ളി മലപ്പുറത്തുകാരനാണ്. പക്ഷേ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ, നല്ല സഹകരണം. ഞാനായിട്ട് നല്ല കമ്പനിയാണ്. രാത്രിയിലെ വൈബ് കണ്ടോ, സൗദി അറേബ്യ എന്ന് കണ്ടാൽ പറയുമോ, അടിപൊളി വൈബല്ലേ. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല, ഇരുട്ടായിരിക്കും 24 മണിക്കൂറും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എപ്പോഴും കറണ്ടും. നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ രാത്രി വണ്ടി ഓടിക്കുക സൗദി അറേബ്യയിൽ.
ഫ്രീഡമാണ്. പിന്നെ പേടിക്കണം. സൗദി അറേബ്യയിൽ മെയിനായിട്ട് ക്യാമറ നോക്കണം. പിന്നെ കുറേ മുറുകുറന്മാരും പിന്നെ ഹൈവേ പോലീസുകാരൊക്കെ വരും, അതൊക്കെ സൂക്ഷിക്കണം. പിന്നെ ഞാൻ കൊണ്ടുവന്നത് തെല്ലാജ വണ്ടിയാണ്ട് വലിയ എനിക്ക് ഇച്ചിരി കെയർഫുള്ളായിട്ട് ഓടിക്കേണ്ടതുണ്ട്. കാരണം തെല്ലാജയൊക്കെ ഓണാക്കിയിട്ടിട്ട് വേണം ഓടിക്കാൻ. എൻ്റെ ലാസ്റ്റ് സെയിൽ ഇവിടാണ്. കാരണം പിന്നെ അപ്കേക്കിൽ കഴിഞ്ഞാൽ നേരെ അയൂണിലാണ് വരുന്നത്. അയൂണിൽ കുറച്ച് കടകളുണ്ട്. അത് രാത്രിയാണ്ട് ഞാൻ വീഡിയോ എടുക്കാതെ, പിന്നെ ലെങ്തും കൂടുതലാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ നേരെ ഞാൻ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. പിന്നെ എനിക്ക് ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മെസ്സേജിനകത്തിട്ടാൽ അത് ഞാൻ ഇനി അടുത്ത പ്രാവശ്യം ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പം ഗുഡ് ബൈ, സീ ഡ്രീംസ്. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ.